വിലയേറിയ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേസമയം ഈ പുസ്തകം റിലീസ് ചെയ്യാനായിട്ട് കടന്നു വന്ന ഡോക്ടർ പോൾ മണ്ണലിലിനെ നന്ദി അറിയിക്കുന്നു. അത് കാണിച്ച സന്മനസ്സനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുസ്തകം അദ്ദേഹം ഇപ്പോൾ റിലീസ് ചെയ്തിട്ട് പാസ്റ്റർ ബാബു ചെറിയാന് കൊടുക്കുകയും പാസ്റ്റർ ബാബു ചെറിയാൻ അത് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി കേരളത്തിലെ മലയാളികളായ വിശ്വാസികൾക്ക്, പട്ടക്കാർക്ക്, ശുശ്രൂഷകന്മാർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിന് പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പുസ്തക സംബന്ധമായി എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളോട് വലുതായി പ്രസംഗിക്കാൻ എനിക്ക് അറിയില്ല. പക്ഷേ സങ്കീർത്തനങ്ങളൊരു വ്യാഖ്യാനം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് എന്നെ ക്ഷണിച്ചപ്പോൾ അതൊരു ഭാഗ്യമായും അനുഗ്രഹമായും കരുതിയത് കൊണ്ടാണ് ഞാൻ കോട്ടയത്ത് നിന്ന് ഇത്രയും സമയമെടുത്ത് ഇവിടെ വന്നത്. ഞാൻ സത്യത്തിൽ ഈ സങ്കീർത്തനങ്ങളൊരു വ്യാഖ്യാനം പോൾസൺ പുലിക്കോട്ടിൽ എന്ന പേരിൽ ഈ പുസ്തകത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഞാൻ കുറേ കാലമായിട്ട് വായിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ അച്ചൻകുഞ്ഞിൻ്റെ മരുപ്പച്ചയ്ക്കകത്തും, പിന്നെ അതേപോലെ ബിജോയുടെ സങ്കീർത്തനത്തിനകത്തും, അതേപോലെ ഹല്ലേലൂയ, അതിനകത്തൊക്കെ പിന്നെ ഗുഡ് ന്യൂസിനകത്തൊക്കെ ഞാൻ പരസ്യം കാണുന്നുണ്ട്. ഞാൻ ഈ ഒരു സമൂഹത്തിൽ പെട്ട ഒരാൾ അല്ല എങ്കിലും ഞാൻ ഈ പ്രസിദ്ധീകരണങ്ങളെല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. ഞാനിതെല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കേരള സർക്കാരിൻ്റെ ഭാഗ്യക്കുറി ടിക്കറ്റ് എടുക്കേണ്ട ആളാണ്. അങ്ങനെ ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് ഈ പുസ്തകമായതുകൊണ്ട് ഇപ്പോൾ എനിക്കൊരു പുസ്തകം ഇപ്പോൾ കിട്ടുന്നത് സത്യത്തിൽ ഒരു ദൈവഹിതമാണ് എന്ന് ഞാൻ കരുതുന്നു. അത് പറയാൻ കാര്യം, ഞാൻ വേദപുസ്തകം വായിച്ചു തുടങ്ങുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് വേദപുസ്തകം വായിച്ചെങ്കിലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് അതിന് ശേഷമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. സന്ധ്യയ്ക്ക് വേദപുസ്തകം വായിച്ച് പഴയ നിയമം, പുതിയ നിയമം, സങ്കീർത്തനം, ഇങ്ങനെയാണ് വീട്ടിലെ ക്രമം. അതിനൊരു പാട്ട് പാടും, അതിനും പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നീണ്ട പ്രാർത്ഥനയാണ്. അപ്പോൾ ഞാൻ ഈ വായിച്ചു തുടങ്ങുന്ന സമയത്ത്, അക്ഷരം വായിച്ചു തുടങ്ങുന്ന സമയത്ത് എൻ്റെ 2 സഹോദരന്മാരും വേദപുസ്തകം വായിക്കും, മൂത്ത സഹോദരന്മാർ. പിന്നെ അവസാനം വരുമ്പം എൻ്റെ ഊഴമാണ്. എനിക്ക് മലയാള ഭാഷയൊന്നും വായിക്കാൻ അറിയാൻ വയ്യാത്ത സമയത്താണ്, നഴ്സറി സ്കൂൾ മുതൽ വായിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ആദ്യം വേദപുസ്തകം എടുക്കുമ്പോൾ ആദ്യം ഇങ്ങനെ കണ്ണുടച്ച് നടുക്കിട്ട് എടുക്കുന്നത്. അപ്പം വേദപുസ്തകം എന്നെ സംബന്ധിച്ച് എങ്ങനെ ശീലം വന്നത് എനിക്കറിയില്ല. ഞാൻ അത് തുറന്ന് വായിക്കുന്നത് എല്ലാ ദിവസവും സങ്കീർത്തനമായിരിക്കും. എല്ലാ ദിവസവും സങ്കീർത്തനം വായിക്കുന്നത്. വായിക്കാൻ വളരെ രസം തോന്നി. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, വേദപുസ്തകം എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ ഈ സങ്കീർത്തനങ്ങളെന്ന് പറയുന്ന വേദപുസ്തകത്തിലെ നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ബൈബിളിൻ്റെ മധ്യഭാഗത്താണ്, 19ാമത്തെ പുസ്തകമാണ്, മധ്യഭാഗത്തിരിക്കുന്നു, ഒരു ഹൃദയത്തിൽ സ്പർശിക്കുന്നത് പോലെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ബാല്യം മുതൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ ബൈബിളിൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അതൊന്നും പറയാൻ വേണ്ടിയല്ല ഞാൻ നിൽക്കുന്നത്. സങ്കീർത്തനം ഇത് ഡോക്ടർ പോൾസൺ പുലിക്കോട്ടിൽ ഇതിൻ്റെ ഒരു വ്യാഖ്യാനം, ഇതൊരു പുതിയ സംരംഭമാണിത്. സത്യത്തിൽ സങ്കീർത്തനം മാത്രം വായിച്ചാൽ മതി. പക്ഷേ നമുക്കിതിനകത്ത് ഞാൻ സങ്കീർത്തനം ആണ് കൂടുതൽ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ പുതിയതുമാണ്, പഴയതും വായിക്കാൻ കുറേ മടിയാണ്. ഇപ്പോഴാണ് പഴയതും വായിച്ചു തുടങ്ങുന്നത്. ഈ ഇതിൻ്റെ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ പഴയതും വായിക്കാൻ നമുക്ക് പറ്റുകയില്ല. പക്ഷേ എങ്കിലും എന്നെ വളരെയധികം യഹോവയായ ദൈവത്തെപ്പറ്റി എൻ്റെ മനസ്സിലുള്ള സങ്കല്പത്തെ രൂഢമൂലമാക്കിയത് സങ്കീർത്തനമാണ്. അത് വളരെ യാദൃച്ഛമായ ഒരു സംഗതിയാണ്. അതേപ്പറ്റിയൊന്നും ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഈ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ചില പ്രതിബിംബങ്ങളാണ്. പ്രതിബിംബങ്ങൾ ഞാൻ പറയുമ്പോൾ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്നെ സംബന്ധിച്ചൊരു
വളരെ മിസ്റ്റിക്കായിട്ടുള്ള ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ച്. ഓരോരുത്തരും ഈ സങ്കീർത്തനത്തെ പല രീതിയിൽ നമുക്കിതിനെ സമീപിക്കാം, പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം, അനുഭവിക്കാം. എന്നെ സംബന്ധിച്ച് ഇതിനകത്ത് വളരെ വളരെ മെറ്റാഫിസിക്കലായിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ അഭൗമമായിട്ടുള്ള ഒരു അനുഭവമാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് തന്നെ ഈ സങ്കീർത്തനത്തിനകത്ത് തന്നെ അലിഗറി ഉണ്ട്, സോണറ്റുണ്ട്. ഇതിനകത്ത് എന്താണ്, ഏതൊക്കെ നമുക്ക് ഈ പ്രതിബിംബങ്ങൾ ഏതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ നിരീക്ഷിക്കാൻ കഴിയും, അതെല്ലാം ഇതിനകത്തുണ്ട്. ഓരോ തരത്തിലാണ്. ഇവിടെ പറഞ്ഞപ്പോൾ അദ്ദേഹം, നമ്മുടെ പ്രശസ്ത ഗായകൻ, അദ്ദേഹം നമ്മുടെ ബി ജെ ഇവിടെ ചോദിച്ചു, നല്ല ഭാര്യമാരുള്ളവർ കൈ പൊക്കാൻ പറഞ്ഞു, സ്തോത്രം പറയാൻ പറഞ്ഞു. നല്ല ഭർത്താക്കന്മാരുള്ളവർ സ്തോത്രം പറയാൻ പറഞ്ഞു. അതായത് ഭർത്താക്കന്മാർ മുമ്പുള്ള കാലങ്ങളിൽ, നൂറ്റാണ്ടുകളിൽ മനുഷ്യൻ്റെ വേദനകളും മനുഷ്യൻ്റെ യാതനകളും മനുഷ്യൻ്റെ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും അത് ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിരുന്നു ഈ സങ്കീർത്തനങ്ങൾ. വേദന, ജീവിതത്തിൽ തോക്കുന്നതിൻ്റെ വേദന, ജീവിതത്തിൽ വിജയിക്കുന്നതിൻ്റെ ആഹ്ലാദം. കടന്നു പോകുമ്പോൾ മഹാഭാരതത്തിൽ ഇല്ലാത്തൊന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് സങ്കീർത്തനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ. എന്താണ്? ദൈവത്തെ അറിയുന്നതിന് ഉള്ള ഒരു പ്രവേശികയാണിത്. അതുകൊണ്ട് ഞാനതിനെ തോന്നി. ഈ പുസ്തകത്തിൽ അദ്ദേഹം, എനിക്ക് ഇവിടെ ഡോക്ടർ പോൾസൺ പുലിക്കോട്ടിനെ പറ്റി നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അദ്ദേഹം BSc കെമിസ്ട്രിയാണ് പഠിച്ചത്. ഞാനിവിടെ ഒന്ന് ചോദിക്കുകയായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല കേട്ടോ, ഞങ്ങളും യാതൊരു പരിചയമില്ല. പക്ഷേ എൻ്റെ അമ്മയുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളെയാണ് അദ്ദേഹം വിവാഹം ചെയ്തിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ കുടുംബത്തിലുള്ള ആളുകൾ, ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ വിശ്വാസങ്ങളൊക്കെ എനിക്ക് പരിചിതമാണ്. അത് പോട്ടെ, അതേപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ ഇതിനെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ അങ്ങനെ വിവേചനത്തോടെയോ അല്ലെങ്കിൽ ഒരു മുൻവിധിയോടെയോ അല്ല ഞാൻ സംസാരിക്കുന്നത്. ഈ പുസ്തകം ഞാൻ ഇതിനെ സമീപിച്ചപ്പോഴേ, ഈ പുസ്തകത്തിൽ അദ്ദേഹം വളരെ മലയാളം പഠിക്കാത്ത ഒരാളാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, ഹീബ്രു അദ്ദേഹത്തിന് പരിചിതമായ ഭാഷയാണ്. എബ്രായ സാഹിത്യം, നമ്മൾ സങ്കീർത്തനത്തെ പറ്റി പറയുമ്പോൾ ഈ എബ്രായ സാഹിത്യത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കാൻ, അത് വളരെ ഇതിൻ്റെ ആമുഖത്തിൽ, ഈ പുസ്തകത്തിൽ 3 തരത്തിലുള്ള സമീപനമാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം അവലംബിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ആമുഖമുണ്ട്. സത്യത്തിൽ ഇതിൻ്റെ ആമുഖം വായിച്ചാൽ മതി സങ്കീർത്തനത്തെ പറ്റി വളരെ ആഴത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഇതിൽ നിന്ന് ആമുഖത്തിൽ മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് 150 സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട്. 10 വർഷമായി അദ്ദേഹം ഈ ഒരു പുസ്തകം എഴുതുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തുന്ന കഠിനമൊന്നുമില്ല. ഞാൻ സെമിനാരിൽ പഠിപ്പിക്കുന്ന പല ആളുകളുടെയും പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പുറകെ ഇരിപ്പുണ്ട്, പലരും അറിയുന്ന ആളുകളൊക്കെ ഉണ്ട്. ഒന്നും മനസ്സിലാകില്ല പല പുസ്തകങ്ങളും വായിച്ചു കഴിഞ്ഞാൽ. പല ഈ പറയുന്ന കൺവേ ചെയ്യുന്നില്ല. പക്ഷെ ഇത് മനോഹരമായ പ്രോസാണ്, വളരെ മനോഹരമായി. ഞാൻ ഇതിനെ പറ്റി ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം എനിക്ക് തരേണ്ടതാണ്. പക്ഷേ ഇപ്പം 5 മിനിറ്റ് കൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വളരെ സങ്കീർത്തനങ്ങൾ നമ്മൾ എങ്ങനെ വായിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഈ പുസ്തകത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അദ്ദേഹം ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇതിനകത്തെ ഭാഷ അദ്ദേഹത്തിന് ദൈവം കൊടുത്തതാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഈ BSc കെമിസ്ട്രി പഠിച്ച ആളെ എങ്ങനെയാണ് ഈ മലയാളം ഇത്രയും മനോഹരമായി എഴുതുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയായിരുന്നു. ഇതിൻ്റെ 3-ാം ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ വ്യാഖ്യാനങ്ങളാണ്, കുറിപ്പുകളാണ്, ഈ പരിശ്രമമാണത്. അങ്ങനെ 3 തലത്തിലാണ് ഇതിനെ അദ്ദേഹം സമീപിച്ചിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് ജീവൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള 150 പടികളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് വലിയ പ്രസക്തിയുണ്ട് അതിനകത്ത്. അപ്പോൾ ആ പടികളെ മനസ്സിലാക്കി ജീവൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരു സങ്കീർത്തനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്
പുതിയ നിയമവുമായി അതിന് ബന്ധമില്ല എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് സങ്കീർത്തനത്തിലെ കാലഘട്ടത്തിലുള്ള ഒരു ഇതല്ല, കീർത്തനമല്ല, അത് യേശുക്രിസ്തുവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു ആഖ്യാനമാണ്. അതുകൊണ്ട് ആ നിലയിലാണ് നമ്മളിതിനെ കാണേണ്ടത്. എബ്രായ സാഹിത്യം എന്ന് പറയുന്നത്, അതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഞാൻ വാക്കുകൾ നിർത്തിപ്പിക്കുന്നില്ല. ഈ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലോളം അതിന് പഴക്കമുണ്ട്. ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ ജനതയായി എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടത്? അബ്രഹാമിൻ്റെ പൗത്രനായ യാക്കോബ് നദിയുടെ തീരത്ത് പോയി ഒരു അമാനുഷ്യനുമായി യുദ്ധം ചെയ്ത് ദൈവവും മനുഷ്യനുമായ ഒരു അജ്ഞാതനെ തോൽപ്പിച്ചപ്പോൾ ദൈവൻ അവനെ യാക്കോബിൻ്റെ പേര് മാറ്റി ഇസ്രായേൽ എന്നുള്ള പേര് കൊടുത്തു. പിന്നീട് ദൈവം പ്രത്യക്ഷപ്പെട്ട് യാക്കോബിൻ്റെ സന്തതികൾക്ക് ദൈവത്തിൻ്റെ ജനത എന്നുള്ള നാമകരണം കൊടുത്തു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനതയുടെ സന്തോഷവും സന്താപവും ദുഃഖവും മാത്രമല്ല, സ്നേഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും വചനങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിനുള്ള ഒരു തുടക്കമാണ്. ഡോക്ടർ പോൾസൺ പുലിക്കോട്ടിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിലും അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞതിലും അതൊരു ദൈവ നിയോഗമായി ഞാൻ കരുതുന്നു. ഈ ചിത്രം കണ്ടപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി കോരിത്തിരിച്ചു പോയി. ഞാൻ ഈ ചിത്രം, ഇതിൻ്റെ ഒറിജിനൽ രൂപം ഹോളി ലാൻഡിൽ കണ്ടിട്ടുണ്ട്. ദാവീദ് നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അങ്ങേ പുത്രനായ യേശുവിനെ ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂരമായ നിന്ദ സഹിച്ച് കഠിനമായ ക്രൂശ് മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദൈവസ്നേഹത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് എതിർപ്പുകളെയും കഠിന പീഡനങ്ങളെയും അതിജീവിച്ച ഈ ബൈബിളിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാവിധ അധികാരവും ശക്തിയും കയ്യിലുള്ള ഗവൺമെൻറ്റുകൾ ബൈബിളിനെ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കുവാൻ ശ്രമിച്ച കാലത്തും തമ്പുരാൻ്റെ അത്ഭുത പരിപാലനത്താൽ ഈ തിരുവചനത്തെ സംരക്ഷിച്ച് ഇന്ന് ഞങ്ങളുടെ ഭാഷയിൽ സുലഭമായി ലഭ്യമാക്കി തന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആ വലിയ തിരുവെഴുത്തിനകത്ത് നിന്നുള്ള ഈ സങ്കീർത്തനങ്ങൾ എടുത്ത് വ്യാഖ്യാനിച്ച് കർത്താവെ ബൈബിളിനേക്കാൾ വലിയൊരു പുസ്തകമാക്കി ഇന്ന് ഞങ്ങളുടെ കൈകളിൽ എത്തിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത അങ്ങയുടെ അഭിഷിക്തനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പോൾസിന് വേണ്ടി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ മകനെ രക്ഷിച്ചതുകൊണ്ട് സ്തോത്രം. പാപക്കറകളെ കഴിയതിനായി സ്തോത്രം. ദൈവ പൈതലാക്കി തീർത്തതിനാൽ സ്തോത്രം. അതിനപ്പുറത്ത് ഒരു സുവിശേഷകനാക്കി, ഒരു വേദ അധ്യാപകനാക്കി, ഒരു വ്യാഖ്യാതാവാക്കി കർത്താവ് തീർത്തതിനാൽ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കാൻ കൊള്ളാവുന്ന നല്ല പുസ്തകങ്ങൾ ഈ തലമുറയ്ക്ക് ലഭ്യമാക്കുവാൻ നിൻ്റെ ദാസനെ ഇനിയും ഉപയോഗിക്കുമാറാകണമേ. നിൻ്റെ ദാസൻ്റെ ശബ്ദത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച നല്ല സീഡികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സങ്കീർത്തന വ്യാഖ്യാനം പ്രകാശനം ചെയ്യേണ്ടതിന് വേണ്ടിയോടൊപ്പം ഈ ഒരു നല്ല ഫെലോഷിപ്പിലേക്ക് കൊണ്ടുവന്നതിനാൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ മകന് ബാല്യപ്രായത്തിൽ വചനത്തോടും വിശേഷാൽ സങ്കീർത്തനത്തോടുമുള്ള ആ ബന്ധം ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ട്
ദൈവവചനത്തിൻ്റെ ആ സ്വാധീന ശക്തിയെ ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. പിതാവേ, അവിടുന്ന് ഇത്രത്തോളം സഹായിച്ചതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് അനുഗ്രഹമായി തീരണമേ. അങ്ങയുടെ ദാസൻ്റെ ചിന്തകളിലൂടെ, കൈകളിലൂടെ അനേക ഗ്രന്ഥങ്ങൾ ഇനിയും ഭാരതത്തിൽ ലഭിക്കാനിടയാക്കണമേ. മഹത്വം ഞങ്ങളുടെ കർത്താവിന് അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒരു ഹല്ലേലൂയ കൈ ഉയർത്തി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദയവായി എല്ലാവർക്കും ഇരിക്കാം. ഈ പുസ്തകത്തിൻ്റെ ചില കോപ്പികൾ ഈ സമയത്ത് ഈ നമ്മുടെ ദൈവസഭയുടെ പ്രതിനിധികളായ പലർക്ക് വളരെ പ്രതീകാത്മകമായി ചിലർക്ക് ഓരോ കോപ്പി കൊടുക്കാനായിട്ട് ഞാൻ പാസ്റ്റർ മാത്യുവിനെ ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് കേരളത്തിലെ തിയോളജിക്കൽ സെമിനാരീസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബ്രദർ ജോയ് തണവേലിൽ IPC കോട്ടയം സെമിനാരിയുടെ ബോർഡ് മെമ്പറാണ് അദ്ദേഹം കേരളത്തിലെ സെമിനാരികളെ പ്രതിനിധീകരിച്ച് ഒരു കോപ്പി ഇപ്പോൾ സ്വീകരിക്കുന്നതായിരിക്കും. ജോയിച്ചാൻ, ഇത് ഈ പുസ്തകത്തിൻ്റെ പുറകിലെ സെമിനാരിയുടെ റെപ്രസെൻറ്റേറ്റീവ് മാത്രമല്ല, എൻ്റെ സെമിനാരികളെ പ്രതിനിധീകരിച്ച് സ്വീകരിക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്ന് വെച്ചാൽ ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ പുറകിലെ ഉള്ള കമൻസ് എഴുതിയിരിക്കുന്ന 4 പേരിൽ ഒരാൾ ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭയുടെ ജനറൽ സെക്രട്ടറിയായ പാസ്റ്റർ KC ജോണാണ്. രണ്ടാമത്തേത് മർത്തോമ സെമിനാരിയുടെ പ്രിൻസിപ്പലാണ്. വേറൊന്ന് ഡോക്ടർ ജോർജ് സാമുവലാണ്. വേറൊന്ന് ICPFൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന CT ലൂയിസ് ക്യൂട്ടിക് സാറാണ്. കേരളത്തിലെ എല്ലാ സഭകളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ ബ്രദറൻ സഭകളെ പ്രതികരിച്ച് VV പൗലോസ് ഇവിടെ ഇല്ലേ? യെസ്, ഒരു കോപ്പി സ്വീകരിക്കുന്നതായിരിക്കും. അത് രണ്ടാമത്തെ കാര്യം. നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബ്രദർ TM മാത്യു ഒരു കോപ്പി സ്വീകരിക്കുന്നതായിരിക്കും. വളരെയധികം എന്നോടൊപ്പം അധ്വാനിച്ച ഒരു ദേവദാസനുണ്ട്. അദ്ദേഹം കേരളത്തിന് പുറത്തുള്ള സഭകളെ പ്രതികരിച്ച് ഈ പുസ്തകത്തിൻ്റെ കോപ്പി സ്വീകരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് ഒരു വാക്കുകൂടെ പറയട്ടെ. ഈ പുസ്തകം എഴുതിയപ്പോൾ പോൾ മണൽ സാർ ഇതിൻ്റെ സാഹിത്യത്തെക്കുറിച്ചൊക്കെ ഒത്തിരി സംസാരിച്ചു. പക്ഷേ ഇതിൻ്റെ പുറകിൽ വേറൊരു പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പല തട്ടിലുള്ള വായനക്കാരെ കൊണ്ട് പല ഘട്ടങ്ങളിൽ പുസ്തകം വായിപ്പിച്ചിട്ടുണ്ട്. അതായത് വീട്ടമ്മമാർ, യാതൊരുവിധ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തതായ ആളുകൾ, അതേസമയത്ത് ശുശ്രൂഷകന്മാർ, ഇങ്ങനെ പലരെയും ഈ കാലഘട്ടത്തിൽ അവരെ കൊണ്ട് വായിപ്പിച്ച് അവരുടെ അഭിപ്രായം അറിഞ്ഞ് അവർക്കത് മനസ്സിലാകുന്നുണ്ടോ, പ്രയോജനപ്പെടുന്നുണ്ടോ എന്നെല്ലാം പരിശോധിച്ച ശേഷമാണ് ഈ പ്രോസസ്സ് നടന്നത്. അതുകൊണ്ട് ഈ പുസ്തകം ആകുന്നതിന് മുമ്പേ ഈ പുസ്തകം സത്യത്തിൽ കണ്ട ഒരാളാണ് പാസ്റ്റർ ജോൺ കുര്യൻ, പൂനെയിലെ എൻ്റെ സുഹൃത്ത്, കർത്താവിന് വേല ചെയ്യുന്നു. അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ പ്രൂഫ് റീഡറായിരുന്നു. മാത്രമല്ല ഈ പുസ്തകം പല സങ്കീർത്തനങ്ങൾ വേറെ ആയിട്ടും അദ്ദേഹം വായിച്ച് അഭിപ്രായങ്ങൾ തന്ന പലരിൽ പ്രമുഖനായൊരു വ്യക്തിയാണ്. അദ്ദേഹത്തോടുള്ള നന്ദി വളരെ വളരെ എനിക്ക് ഉണ്ട്. അദ്ദേഹം ഒരു കോപ്പി ബാഹ്യ കേരളത്തിലെ ശുശ്രൂഷന്മാർക്ക് വേണ്ടി സ്വീകരിക്കുന്നതായിരിക്കും. എനിക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല, തിരുവനന്തപുരത്തുകാരെന്നായിരിക്കും അറിയുന്നത്. പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണ്, ഞങ്ങളുടെ സെൻറ്ററിലെ വിശ്വാസിയായിരുന്നു. പക്ഷേ വടക്ക് നിന്ന് തെക്ക് പോയി തെക്കുള്ളവർക്ക് അനുഗ്രഹമായി തീർന്ന ഒരു വലിയ ദേവദാസനാണ്. അത് വടക്കുള്ളവർക്ക് നഷ്ടവുമായിരുന്നു. പക്ഷേ ഞാൻ വളരെ ചെറുപ്പത്തിൽ എൻ്റെ സഭയിലെ ശുശ്രൂഷകനായിരുന്നു, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വലിയ സുഹൃത്തായിരുന്നു. ഈ പ്രായത്തിൽ അദ്ദേഹത്തെ കാണുവാനേക്ക് ഇടയാതിനെ വളരെയധികം ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന് ഒരു കോപ്പി അവിടെ കൊണ്ടുകൊടുക്കുന്നതായിരിക്കും.